അപ്പോൾ മച്ചന്മാരെ ഡെലിവറി എക്സ്പീരിയൻസിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു സൊമാറ്റോൻ്റെ ഒരു ഫുഡ് ഡെലിവറിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വർക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്തു വരുന്നു. അപ്പോൾ ഈ ഒരു വർക്കിന് പോകുമ്പോൾ ഒട്ടനവധി എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടൻറ്റുകൾക്കുള്ള അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു അനുഭവങ്ങൾ കാണാനുള്ളൊരു അവസരം കൂടി ഞാൻ ഈ ഒരു ചാനലിലൂടെ തരികയാണ്. ഞാനിവിടെ ഓടുന്നത് നെടുമ്പാശ്ശേരി സോണാണ്, അതായത് അങ്കമാലി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്, ഞാൻ ഇന്ന് മൊത്തം എടുത്തിരിക്കുന്നത് 11 to 11 എന്നൊരു സമയമാണ്. അതിനകത്തൊരു 10 ഗിഗുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലഞ്ച് ഗിഗാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് 12 മണിക്കാണ്, 12 to 3 മണി വരെയാണ് ലഞ്ച് ഗിഗ് വരുന്നത്. അതിനകത്ത് 2 ഗിഗുകളാണ് ഉള്ളത്. ഞാൻ 11 മണിക്ക് തുടങ്ങി, എന്നാൽ ആ ഗിഗിലൊരു ഇൻസെൻറ്റീവൊക്കെ അടിക്കാൻ വേണ്ടിയാണ് 11 മണിക്ക് തുടങ്ങിയത്, 10 ഗിഗ് ആവാൻ വേണ്ടി. അപ്പോൾ ഗിഗുകളെ കുറിച്ചുള്ളതും അതിന് ഇൻസെൻറ്റീവിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സോണിലെത്തിയിട്ടുണ്ട്. ഇതാണ് സോണ. ഈ ഒരു പാട ഇതിൻ്റെ, അതായത് മൂക്കന്നൂർ ഭാഗത്താണ് എൻ്റെ വീട്. അങ്കമാലി ഭാഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സോണിലേക്ക് എത്തും. അപ്പോൾ സോണിലെത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ഓർഡർ അടിച്ചായിരുന്നു. ഞാൻ 11 മണിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ 11 മണിക്ക് വന്നുകൊണ്ട് ഓർഡർ പറഞ്ഞാൽ പിസാറ്റ് കോളേജിലേക്ക് അടിച്ചിട്ട് തിരിച്ച് പോവാണ് ഞാൻ. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓർഡറുകളും അതുപോലെ തന്നെ ആ ഓർഡറിൽ എടുക്കാൻ പോകുമ്പോൾ അതുപോലെ തന്നെ അവിടെ കസ്റ്റമർക്ക് ആ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നല്ല നല്ല അനുഭവങ്ങളും കോമഡികളും അതുപോലെ തന്നെ ആളുകളുടെയൊക്കെ നമ്മളോട് പെരുമാറ്റങ്ങളും അതെല്ലാം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ബൈ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. അറാഫ മഞ്ഞാലി ബിരിയാണി എന്നാണ് അടിച്ചതാണ്. 63 രൂപയുടെ ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ സെറ്റ് ചെയ്യാം. മാപ്പിടേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ആ ഒരു കടയൊക്കെ അറിയാം. കാരണം അങ്കമാലി ഏറ്റവും കൂടുതൽ ഓർഡറുകൾ അടിക്കുന്നൊരു കടയാണ് അറാഫ മഞ്ഞാലി ബിരിയാണി എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം ഒട്ടനവധി ഈ ഒരു ഡെലിവറി ബോയ്സ് ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുന്നുണ്ടാവാം. ഇതാണ് അങ്കമാലി ടീം ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ കടയിൽ ചെന്നിട്ട് ബാക്കി വീട്ടിൽ എടുക്കാം. നല്ല രീതിയിലുള്ള ബ്ലോക്ക് കേട്ടോ. ഈ നേരം ആയതുകൊണ്ട് ഇടതുവശത്തൊക്കെ നല്ല ബ്ലോക്കാണ്. നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുത്താൽ കൊണ്ടത്. നമ്മളിപ്പോൾ ഏകദേശം കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് എംസ് റോഡാണ്. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കട വരുന്നത്. ബ്ലോക്ക് കണ്ടോ. ഇവിടെ നമ്മുടെ ബോയ്സൊക്കെ ഇവിടെ നിൽക്കണ്ട, ഇഷ്ടം പോലെ കണ്ടോ. വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ. നമുക്ക് അപ്പുറത്ത് മാറ്റി നിർത്തി നോക്കാം. ഇവിടെ വണ്ടി എടുത്ത സ്ഥലമില്ലല്ലോ. നീക്കി എടുക്കാം. കട കഴിഞ്ഞ് പോയിട്ടാ. അത് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു കടയിൽ റീച്ച്ഡ് ടു പിക്കപ്പ് അടിക്കും. അപ്പോൾ നമ്മൾ 8 മിനിറ്റ് ലേറ്റാവും. 8 മിനിറ്റ് ആണ് താമസം പറയുന്നത് റെസ്റ്റോറൻറ്റ്. നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസൊക്കെ നോക്കാം. പുളിയനം ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അങ്കമാലി ഹൈവേ ഒക്കെ NH കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. നമുക്കൊന്ന് മാപ്പിൽ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് ഒരു 12 മിനിറ്റും 7.4 കിലോമീറ്ററാണ് കസ്റ്റമറുടെ ലൊക്കേഷനിലേക്കുള്ളത്. അപ്പോൾ ഓക്കെ, 9 മിനിറ്റ് കഴിഞ്ഞ് ഇതുവരെയായിട്ട് ഓർഡർ റെഡി ആയിട്ടില്ല. പിക്ക് ഓർഡറിനാവുമെന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കിയാലും ആയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ നമുക്ക് ഇടറും, റെഡീന്ന് അടിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. വെറുതെ നാണം കിടന്ന് വിളിച്ചിട്ട് അവിടെ തന്നെ നോക്കും. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ചില്ലി ബീഫ് ഡ്രൈയും അതുപോലെ തന്നെ മിക്സഡ് നൂഡിൽസാണ്. എന്തായാലും പോയി പതുക്കൊന്ന് പോയി നോക്കാം, ചെറുതൊന്ന് പാളി നോക്കാം. കിട്ടാണെന്നുണ്ടെങ്കിലോ സമയങ്ങളുണ്ടല്ലോ. റെസ്റ്റോറൻറ്റ് ലേറ്റ് ബൈ 3 മിനിറ്റിനാണ് കാണിക്കണം. നമുക്കൊന്ന് എന്തായാലും ഒന്ന് പോയി നോക്കാം. എങ്ങാനും റെഡി ആയിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടോ. ഇല്ല, തിരക്കൊന്നും കാണില്ല. പിന്നെന്താ നോക്കട്ടെ കേട്ടോ.
ഇല്ലല്ലേ? ഓർഡർ ആയിട്ടില്ല ഗൈസ്. 3 മിനിറ്റ് ലേറ്റാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സമയം പോകും ഗിഗിൽ. ഞാനവിടെ കടയിൽ പോയി കുറച്ച് നേരം അന്വേഷിച്ചോട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അതുകൊണ്ടാട്ടോ കാണിക്കായിരുന്നത്. അപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓർഡർ കൊടുത്തു. ലോങ് വെയിറ്റ് ടൈം നല്ല രീതിയിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ റിവ്യൂ കൊടുക്കുന്നത് ലോങ് കാണാൻ പറ്റില്ല അല്ലേ? ലോങ് വെയിറ്റ് ടൈം സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ അടുത്തത് കസ്റ്റമറുടെ അവിടേക്കുള്ള മാപ്പ് കാണിക്കും. അപ്പോൾ നമ്മൾ മാപ്പ് റെഡിയാക്കാം. നേരെ കാണിക്കുന്നത് NH വഴിയുള്ളതാണ്. NH വഴി കണ്ടോ റെഡാണ്. അപ്പോൾ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. വേറെ എളുപ്പ വഴിയുണ്ട്. ഞാൻ ഫുഡ് ബോക്സ് എടുത്ത് വെച്ചില്ലായിരുന്നു. ഫുഡ് ബോക്സ് എടുത്തവിടെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ സാധനങ്ങളൊക്കെ ഫുഡ് ബോക്സിൽ വെച്ച് അപ്പോൾ നേരെ നമ്മുടെ കന്നഡ ഭയങ്കര പൊടിയായിരിക്കും കന്നഡ. അപ്പോൾ നേരെ ഓഫ് ടു ബ്രൈറ്റ്നസ് കൊടുക്കട്ടെ. എനിക്ക് വഴി അറിയാം. ഏകദേശം കറൂറ്റി ഭാഗത്തൊക്കെയാണ്. തൊങ്ങം എന്ന് പറഞ്ഞാൽ കറൂറ്റി ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ നേരെ ഒരു എളുപ്പ വഴി എടുത്തിട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. കണ്ടോ നല്ല ബ്ലോക്കാണ്. MC റോഡിലും ബ്ലോക്ക്, അതുപോലെ തന്നെ NHലും ബ്ലോക്ക്. നമ്മളിവിടെ നേരെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് നേരെ NHലേക്ക് കിടക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ മറ്റൊരു നമ്മൾ ഏകദേശം കസ്റ്റമറുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. കിടന്നൊരു ലോട്ടറി വഴി കാണിക്കുന്നുണ്ട്. അതിൽ പോയിട്ടൊരു ഇവിടുന്നൊരു 150 മീറ്ററും കൂടെ കാണിക്കണം. അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടല്ലോ ഈ ലൊക്കേഷൻ കാണാൻ. അത് കസ്റ്റമറോട് എത്തിയിട്ടുണ്ട്. നമുക്ക് കൊടുക്കാം. താങ്ക് യു. വ്ളോഗ് ചെയ്യുന്നുണ്ട്. അല്ല ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലോ. ഫസ്റ്റ് വീഡിയോ ആണ് അതിൻ്റെ. ശരി താങ്ക് യു. ഫസ്റ്റ് ഓർഡർ ഉണ്ടോ? ഫസ്റ്റ് ഓർഡർ കൂടിയാണ് വീഡിയോൻ്റെ. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പം മച്ചന്മാരെ നമ്മൾ ഓർഡർ നമ്മൾ കൊടുത്തു. അയ്യോ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു. ഓർഡർ ഡെലിവറി കൊടുത്തേക്കാണ്. നല്ല കസ്റ്റമറായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് ഗ്രേറ്റ് ജോബ്, ഡെലിവറി കംപ്ലീറ്റ്, ട്രിപ്പ് ഏണിങ്ങിനെ കുറിച്ചൊക്കെ കാണിക്കും. ഒരു ഓർഡർ വരുന്നുണ്ട്. ഇപ്പോൾ 63 രൂപയാണ് നമുക്ക് വന്നേക്കുന്നത്. 8 കിലോമീറ്റർ 41 മിനിറ്റ്. അപ്പോൾ നമുക്ക് അടുത്തോട്ട് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ പാരഗണിൽ നിന്ന് മേടിച്ചാണ് 91 രൂപയുടെ ഓർഡറാണ്. നമുക്ക് പാരഗണിലേക്ക് അക്സെപ്റ്റഡ് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. മാപ്പ് കൊടുക്കാം. മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്കറിയാം പാരഗൺ നമ്മൾ വന്ന വഴിക്കാണ്. അപ്പോൾ എന്തായാലും ഓഫ് ടു പാരഗൺ. അപ്പോൾ നമ്മൾ ഏകദേശം പാരഗൻ്റെ മുമ്പിലെത്തി. അറ്റ്ലസ് പാരഗൺ. ഇവിടെ എന്തോ മഴവിൽ മനോരമയുടെ എന്തോ അവാർഡ് പരിപാടി നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചോട്ടെ. ഇതിൽ പോയിട്ട് ഇതിലെ പോണേ റൗണ്ട് അടിച്ച് പോകണം. നമ്മൾ ഈ അവാർഡൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അതുപോലെ പാരഗണിൻ്റെ ഇതിൻ്റെ പിറകിലാണ് നമുക്ക് ഫുഡ് പാഴ്സലൊക്കെ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ പിറകിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പാരഗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റീച്ചിട്ട് പിക്കപ്പ് കൊടുക്കുക. ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, തിരിച്ചൊന്ന് നോക്കാം കേട്ടോ. കസ്റ്റമർ നമുക്കൊരു 20 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്. വേഗം പോയി നമുക്ക് ഓർഡർ എടുക്കാം. ഇതിൻ്റെ അകത്താണ്, ഇവിടെയാണ് ഡെലിവറി ചെയ്യുന്നത്. 9853 അല്ലേ. അപ്പോൾ ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. പിക്ക് ഓർഡർ എടുത്തു.
ദൈവമേ, കൂടപ്പുഴ ചാലക്കുടി ഭാഗമാണ്. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടു അങ്ങോട്ടേക്ക്. ചാലക്കുടി ഭാഗത്തേക്ക് പോകണമെന്നാണ്. ഇവിടുന്ന് 12 കിലോമീറ്ററും 20 മിനിറ്റാണ് കാണിക്കണത്. അപ്പോൾ നല്ലൊരു റൈഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നേരെ ഇനി നമുക്ക് കസ്റ്റമറുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, നമ്മുടെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഡെലിവറി കൊടുത്തു. ഗ്രേറ്റ് ജോബ്, ഡെലിവറി കംപ്ലീറ്റ്. ട്രിപ്പ് ഏണിങ് 113 രൂപയാണ് നമുക്ക് ട്രിപ്പ് ഏണിങ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ട്രിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്ററും 29 മിനിറ്റാണ് ഇതിനടുത്തേണത്. ഇനി ലോങ് ഡിസ്റ്റൻസിൻ്റെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വരും. അപ്പോൾ അത് ഞാൻ അതിനകത്ത് പറയാം. അപ്പോൾ നമുക്ക് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പോവാണ്, ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ എന്ന് പറഞ്ഞാൽ അത് 18 രൂപ 6 പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 113 കൂടാതെ 18 രൂപ 6 രൂപയുടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് നേരമായി സോണിൽ കയറി. ചാലക്കുടിയിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരമായിട്ട് സോണിൽ കയറി നമ്മൾ താരകൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അഡ്ലസ് ഇവരുടെ ഓർഡറൊന്നും ആയിട്ടില്ല. ഒരു 2 മണി വരെ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഇത് അവസാനിക്കാൻ വേണ്ടി ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് 2 മണി വരെ ഇവിടെ നിൽക്കാം. 2 മണിക്ക് ശേഷം ഓർഡറൊന്നും അടിച്ചില്ലാന്നുണ്ടെങ്കിൽ നേരെ അങ്കമാലിക്ക് തന്നെ പോകാം. ചിലപ്പോൾ അതിനോടൊക്കെ അടിക്കായിരിക്കും. 2 to 3 എടുക്കാൻ ചിലപ്പോൾ ഇവിടെ അധികം ഉണ്ടാവില്ല. ഈ പാരഗൺ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റാഫയും അങ്കമാലിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ടല്ലോ. നമുക്ക് തന്നെ 3 മണി വരെ വെയിറ്റ് ചെയ്യാം ഇവിടെ. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. റാഫയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഏകദേശം റാഫയുടെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എത്തിയായിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ മാറ്റി എടുക്കാം. ഓർഡർ ആയതുകൊണ്ടോ നോക്കാം. നമ്മൾ സ്ഥലത്തെത്തിക്കൊണ്ട് റീച്ച് പിക്കപ്പ് 5 മിനിറ്റാണ് സമയം പറഞ്ഞതാണ്. ചിക്കൻ ബിരിയാണി ഓർഡർ. അപ്പോൾ ഓക്കെ, നമുക്കത് റെഡി ആയി വരെ നോക്കിക്കാം. അപ്പോൾ ഗൈസ്, ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ പിക്ക് ചെയ്യാം. ഇത് വീഡിയോ എടുക്കണ്ടേ? വീഡിയോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. പിക്കഡ് ഓർഡർ അടിക്കാം. നേരെ നമുക്ക് റൂട്ട് അറിയാവുന്നതുകൊണ്ട് മാപ്പൊന്നും ഓണാക്കേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് ജസ്റ്റ് അടിച്ചാൽ മതി. ഇന്നലെ എൻ്റെ ലാസ്റ്റ് ഓർഡർ ഈ പറയുന്ന ടെർമിനൽ 3 അയാൾ തന്നെയാണോ ഏരിയ മറന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിനിപ്പോൾ എയർപോർട്ടിൽ നിന്നിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. കറങ്ങ് 45 രൂപയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത് കേട്ടോ. 6 കിലോമീറ്റർ 17 മിനിറ്റ് എടുത്തു. ഗെറ്റ് അനദർ ഓർഡർ അടിക്കാം.
ആ നമ്മളോട് സെൽഫിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മഴയൊക്കെ വേണ്ട. സെൽഫി അടിച്ചു. മഴ വേണ്ട, നമുക്ക് നേരെ പുറത്തേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ ഇന്ത്യൻ ഫ്ലാഗ് കിടന്ന് പറഞ്ഞു നോക്കി. സുഖമായിരുന്നു. അതൊക്കെ നിർത്താൻ പറ്റില്ല എന്നോണോ, അടിക്കാണ്ടായിരുന്നു. അപ്പോൾ മച്ചന്മാരെ, നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡെലിവറി കൊടുത്തിട്ട് നമ്മൾ നേരെ അത്താണി ജംഗ്ഷനിലെത്തി. നമുക്കിനി ഇപ്പോൾ എത്ര വരെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് 3 മണി വരെയാണ് നമ്മുടെ ലഞ്ച് കിക്ക് വരുന്നത്. ഇതിനിടയിൽ ഇനി ഒരു 15 കൂടി ഉണ്ട്. അതിനിടയിൽ ഇനി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂട്ടി പിന്നീട് പറയാം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഇത്ര വരെ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അൽറൈമി എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട്. 38 രൂപയുടെ ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് നേരെ അവിടേക്ക് പോവാം. അപ്പോൾ ഓക്കെ, മാപ്പിടേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. എന്നാലും നിങ്ങൾ കാണിച്ചു തരുന്നത് കണ്ടോ. ഒന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളത് അൽറൈമി എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു ഓർഡറാട്ടോ. ഓർഡർ റെഡി ആയെന്ന് തോന്നുന്നു. റീച്ച് പിക്കപ്പ്. സെൽഫി കഴിക്കണ്ടല്ലോ. സെൽഫി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, സെൽഫി കൊടുത്തിട്ടുണ്ട്. ഓർഡറിനൊരു 3 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. നമുക്ക് ചിക്കൻ മന്തിയാണ് ഇവിടുന്ന്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓർഡർ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഓക്കെ, ഐ എം പിക്കിങ്. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 32 ഫുഡ് ബോക്സിൽ കേട്ടോ. ഫുഡ് വെച്ചിട്ടുണ്ട്. അടച്ചു. നമ്മുടെ കണ്ണട വെച്ചു. ഓക്കെ, നേരെ കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ ലൊക്കേഷനിലേക്ക് ഇടും കേട്ടോ. ഓക്കെ, നന്ദനം ഇത് തന്നെയാണ് വീട്. ആളിവിടെ കാണാനില്ല. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഹലോ, ഓക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓർഡർ ഡെലിവറി കൊടുക്കുക. നമുക്ക് ഈ ഓർഡർ 40 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 5.6 കിലോമീറ്ററാണ് നമ്മൾ ഡിസ്റ്റൻസ്. അതിന് ടൈം 14 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലഞ്ച് ഗിഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് ഇപ്പോൾ നോക്കാം. 5 ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. 5 ഓർഡർ 2.6 മണിക്കൂറാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. 308 രൂപയാണ് നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അനുസരിച്ച് കിട്ടിയത്. കസ്റ്റമർ ടിപ്പ് 20. അങ്ങനെ 328 രൂപ നമുക്ക് ഈ ഒരു ലഞ്ച് ഗിഗിൽ നമ്മൾ നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
അതുമാത്രമല്ല ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഡെലിവറി എക്സ്പീരിയൻസ് നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ എക്സ്പീരിയൻസാണ് കിട്ടാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാത്രമല്ല കൂട്ടുകാരിലേക്ക് ചാനലൊന്ന് കൊടുത്തേക്കുക, അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള ഓർഡറുകൾ അതുപോലെ തന്നെ നല്ല നല്ല കടകളൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി വരുന്ന ഓരോ ഓഫറുകൾ അതുപോലെ തന്നെ ജിഗ്ഗുകൾ, വേറെ ജിഗ്ഗുകൾ, അവധി ദിവസങ്ങളിലെ ജിഗ്ഗുകൾ, ഓഫറുകൾ, ഇൻസെൻറ്റീവുകൾ ഇതടങ്ങുന്ന പല വീഡിയോകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തരുന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.